ഇപ്പോൾ വീണ്ടും റിലീസായിരിക്കും. പണ്ടത്തെക്കാട്ടി ഒരുപാട് പേര് വീണ്ടും മനസ്സിലേക്ക് പോകുന്നതായിരിക്കും. അന്നത്തെ കാലത്ത് കാണുന്ന പോലെയല്ല, ഇന്ന് കാണുമ്പോൾ ഞാൻ അന്ന് ആക്ച്വലി ഫസ്റ്റ് ടൈം നമ്മൾ അഭിനയിച്ച് അധിക സമയം ഉണ്ടായിരുന്നില്ലല്ലോ, റിലീസാകുമ്പോൾ പെട്ടെന്ന് കണ്ടതാണ്. ഇപ്പോൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും സൗണ്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വിദ്യാർത്ഥി ചെയ്തിരിക്കുന്നത് അതിഗംഭീരമാണ്. അത് ആക്ച്വലി ഇപ്പോൾ അറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമില്ല. അന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയില്ല, 24 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ കണ്ടുകൂട്ടുന്ന അറിയില്ല. സന്തോഷം. കാലഘട്ടത്തിലെ മാറ്റം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? കാലഘട്ടത്തിന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ അങ്ങനെ ഒരു പ്രത്യേക കാലം അതിനകത്ത് ഐ മീൻ ഒരു പീരിയോഡിക് ഫിലിം ആസ്വാദന രീതിയിൽ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് എന്താ പറയുക, അതിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ മ്യൂസിക്കും വിഷ്വലുകളും അങ്ങനെ കഥ എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇമ്പ്രസീവാണ്. അത് എല്ലാ കാലത്തും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക് യു. അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വളരെ സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു. അത് അന്ന് ഇപ്പോൾ അത് വീണ്ടും എന്ന് പറയാൻ ഇതൊരു പുതിയൊരു പടം റിലീസ് ചെയ്ത് എനിക്ക് തോന്നി. ഈ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക്, കാരണം ഇന്നത്തെ ആ ഒരു ടെക്നിക്കൽ സൈഡ് തിയേറ്ററിൻ്റെ പെർഫോമിങ് ആയാലും അത് നമ്മുടെ ആ വർക്ക് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ അന്ന് കണ്ടതിനേക്കാളും ഭംഗിയായിട്ട് തോന്നുന്നു. കാരണം ഇനി ഇത് കണക്കൊരു സബ്ജക്റ്റ് വന്നാലും എൻ്റെ ഒരു വർക്കില്ല, നമ്മളെ ഈ കോസ്റ്റ്യൂമിൻ്റെ ഒരു രീതിയിൽ എനിക്ക് ചിലപ്പം ഇത് കണക്കൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനിരുന്ന് ആലോചിക്കുക. അപ്പോൾ അതിൽ ആ ഓരോ കോമ്പിനേഷനും കാര്യമൊക്കെ കാണുക. പിന്നെ ചില സാധനങ്ങൾ അന്നത്തെ ആയിട്ട് ഇത് വരുന്നതല്ലാതെ ആ മെയിൻ ക്യാരക്ടറുകൾ പോകുന്ന ഓരോരുത്തരുടെയും കോസ്റ്റ്യൂംസ് ഇന്നും എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇന്നും ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അന്നത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നത് പോലെ തന്നെ അതങ്ങനെ അങ്ങ് സംഭവിച്ചു. അതാണ് അതിൻ്റെ ഒരു അതൊരു ഈശ്വരാധീനം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അന്നത്തെ അഭിനയമാണോ ഇപ്പോഴത്തെ സിനിമകളിൽ വരുന്ന അഭിനയം? അല്ലല്ല, അത് എങ്ങനെ പറയാം. അത് ലാലേട്ടൻ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച രീതിക്ക് കൊടുക്കുന്ന ഒരു ആക്ടറാണ് ലാലേട്ടൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് എപ്പോഴും ഓരോന്നിനും ഓരോ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങി ഇന്നും അദ്ദേഹം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഓരോ ദിവസങ്ങളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കേ സിനിമയിൽ നിൽക്കാനും പറ്റും. സിനിമ എന്നല്ല, അത് ഏതൊരു ഫീൽഡിലായാലും ഒരു ഹോട്ടൽ ബിസിനസ് നടക്കണമെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് സാധനം കൊടുക്കണം. നമ്മളിപ്പോൾ കോസ്റ്റ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മളതനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് പിന്നെ അടുത്ത മൂവിയിൽ വിളിക്കില്ല. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അത് ഇന്നും എല്ലാ ഓഡിയൻസും സ്വീകരിക്കും എന്നുള്ളത് അതൊരു വളരെ എന്താ പറയുക, ഒരു അനുഗ്രഹമാണ്. അതപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ, ഇപ്പോൾ ഇതിൽ ലാലേട്ടൻ പറയുന്ന ആ ക്യാരക്ടർ നമ്മളെ ഇവിടെ വരുത്തിച്ചു ചെയ്യിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലെ ഓരോ ടെക്നീഷ്യനും. ഇപ്പോൾ സിബി സാറിനാണെങ്കിലും ആ ഒരു ഫീലുണ്ട്. അതാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് പിന്നാലെ അങ്ങനെ തന്നെ നടന്നത്. അതേപോലെ തന്നെ സിയാദുക്കയ്ക്ക് ഇത്രയും ഒരു ധൈര്യം വന്ന് ഇത്രയും ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റിയതും ഇത്രയും ഓഡിയൻസ് അങ്ങനെ സ്വീകരിക്കുന്നതും ഒരു വളരെ സന്തോഷം. എല്ലാ പ്രാർത്ഥനയും. താങ്ക് യു. പഴയ പുതിയ അവതാരം ഞാനത് സിബി സാറിനോട് പറയായിരുന്നു. ഞാൻ സിബി സാറിനെ പരിചയപ്പെടുന്നത് ഒരുപാട് വർഷം മുമ്പെയാണ്, പാർവതി ഫ്ലാഷ് ചെയ്ത സമയത്ത്. അപ്പം ഒരുപാട് നമ്മളൊക്കെ വളർന്നത് സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. 24 ഇയേഴ്സ് കഴിഞ്ഞ് ഈ സിനിമ വരുമ്പോൾ ഈ ഒരു എല്ലാ ജനറേഷനിലുള്ള പണ്ടുള്ള ഇപ്പോൾ ഉള്ള ആളുകളുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഓണറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നിയ ഒരു മൊമെൻ്റാണ്. ഐ തിങ്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ കാലത്തും നമ്മൾ പറയില്ലേ, ആസ് ലോങ് ആസ് വി ആർ ദെയർ, ചില മൊമെൻറ്റ്സ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഒരു മൊമെൻ്റാണിത്. കാരണം ഒരുപാട് ലെജൻസിൻ്റെ കൂടെ നമ്മൾ ഇരുന്ന് അവർ ശ്വസിക്കുന്ന വായു ശ്വസിക്കുക, അവർ ക്രിയേറ്റ് ചെയ്തൊരു ഭയങ്കര ടൈംലെസ് ആയ ഒരു ക്രാഫ്റ്റ് കാണാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം. ഐ എം ഫീലിംഗ് വെരി humbled actually, very honored and moved. ഒരുപാട് ഇമോഷണൽ ആയിരുന്നു നമ്മളെല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. ഓക്കെ, പഴയ സിനിമയിൽ നിന്ന് കുറെ കൂട്ടിച്ചേർക്കലുകളും അതുപോലെ ചെറിയ ഒഴിവാക്കലുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമയുടെ ആത്മാവ് അതേപോലെ ഇൻടാക്റ്റ് ആണ്. അതിലൊരു പ്രോബ്ലം, ഒരു മാറ്റവും ഒന്നും വന്നിട്ടില്ല. ഐ ഫീൽ അതൊരു ക്ലാസിക്കാണ് ആ സിനിമ. അത് ഒരുപാട് ഇതുപോലെ ഒരുപാട് സിനിമകൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു. മേ ബി ആ സമയത്ത് അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയ ഒരുപാട് സിനിമകളുണ്ടാവും. പക്ഷെ
ഐ എം ആക്ച്വലി ഫീലിംഗ് വെരി ഓണേർഡ് ടു ബി പാർട്ട് ഓഫ് നമ്മുടെ മലയാളം സിനിമയുടെ ഒരു ഭാഗമാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. അങ്ങനെ ഒരു മൊമെൻ്റാണ്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.